രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അതേസമയം രാജിവെക്കേണ്ടെന്ന ഒരു വിഭാഗം നേതാക്കൾ രാജിവെച്ചാൽ തുടർന്ന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുമോ എന്നും ആശങ്ക ഉയരുന്നു. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, കോൺഗ്രസ് നേതൃത്വത്തെ കൂടുതൽ ആശങ്കയിലാക്കിയിരിക്കുകയാണ് ഇന്നലെ അടക്കം പുറത്തു വന്ന കൂടുതൽ തെളിവുകൾ. ഇനി കോൺഗ്രസ് എന്ത് നിലപാടിലേക്കായിരിക്കും കടക്കുക? രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി അടക്കം ആവശ്യപ്പെടാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ടോ? കോൺഗ്രസിലും ഒപ്പം തന്നെ AICC നേതൃത്വത്തിലൊക്കെ വലിയ തരത്തിലൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ AICCയോട് കൃത്യമായും രാജി ചോദിച്ചു വാങ്ങണം എന്നൊരു ആവശ്യം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആദ്യം മുതൽ ഇന്നലെ രാവിലെ മുതൽ തന്നെ സ്വരം കടുപ്പിച്ച മട്ടിൽ തന്നെയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് ഒരു പ്രതിസന്ധി ഘട്ടം കഴിഞ്ഞതിന് ശേഷം മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിൽ ഒരു യുവ നേതാവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ കാണാതിരിക്കാൻ കഴിയില്ല. അത് ഗൗരവതരമായി കാണുക തന്നെ വേണം. പ്രത്യേകിച്ചും ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട വിഷയം, അതിൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നു, ഗർഭചിത്രം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കോൺഗ്രസിൽ കേട്ടുകേഴ്വിയില്ലാത്ത ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ നേതാവിൻ്റെ നിന്നും രാജി ചോദിച്ചു വാങ്ങണം അല്ലെങ്കിൽ പുറത്താക്കണം എന്നൊരു ആവശ്യം തന്നെയാണ് വി.ഡി. സതീശൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറുമല്ല. ഒപ്പം ഈ പ്രതിപക്ഷ നേതാവിന് കുറച്ച് MP വലിയ തരത്തിലുള്ള പിന്തുണയുമുണ്ട്. പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ നിന്നുള്ള MP ഒന്നടങ്കം വി.ഡി. സതീശന് പിന്നിലേക്ക് അണിനിരന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഈ സംസ്ഥാനത്ത് ഒരു ഭരണവിരുദ്ധ വികാരം ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, പ്രതിസന്ധികൾ നിലനിൽക്കുന്ന ഒരു സമയത്ത് കൃത്യമായും കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കേണ്ട യുവ നേതാക്കളിൽ ഒരാളുടെ ഭാഗത്ത് നിന്ന് തന്നെ വലിയ തരത്തിൽ ഉള്ള തെറ്റുകൾ സംഭവിക്കുന്നു. ആ തെറ്റുകൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത ആയി മാറപ്പെടുന്നു. പ്രത്യേകിച്ചും ഇന്നലെ 4 മണി വരെയുള്ള നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി ഒരു യുവതി തന്നെ കൃത്യമായി ചില കാര്യങ്ങൾ എടുത്തു പറയുന്നു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലും യുവതിയുമായുള്ള ടെലിഫോൺ സംഭാഷണം വളരെ വ്യക്തമായി എല്ലാവർക്കും കേൾക്കാൻ കഴിയുന്നതായിരുന്നു. അതിൽ എടുത്തു പറയുന്നൊരു കാര്യം വളരെയധികം നിയമപരമായി കുറ്റം ഉള്ള ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും ഒരു യുവതിയോട് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും തൊട്ടു പിന്നാലെ വധഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഴക്കുകയും ചെയ്തിരിക്കുന്നു യുവ MLA. ഇത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാവിന് ഒരു വിഭാഗം നേതാക്കന്മാരുടെ പിന്തുണയുമുണ്ട്. അതേസമയം കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഇപ്പോൾ ഒരു രാജി വെച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ BJP സർക്കാർ ഇടപെട്ടുകൊണ്ട് പാലക്കാട് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ വലിയ തരത്തിലുള്ള തിരിച്ചടി കോൺഗ്രസിനുണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും 2ാം സ്ഥാനത്താണ് BJP. അവിടെ CPIM-ന് കാര്യമായ ഒന്നും തന്നെ ചെയ്യാൻ അവിടെ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ BJPക്ക് അവിടെ അക്കൗണ്ട് തുറക്കുന്നതിന് വേണ്ടിയുള്ളൊരു സാഹചര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുക്കുകയാണ് എന്ന തരത്തിലും കോൺഗ്രസിൽ ചർച്ച വരുന്നുണ്ട്. എന്തായാലും AICC ഇപ്പോൾ ഒരു വിഷമഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇന്നലെ രാവിലെ കേരളത്തിലെത്തിയ AICC നേതാവ്, AICC ജനറൽ സെക്രട്ടറിയും കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപദാസ് മുൻഷി പറഞ്ഞത്, രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജി ചോദിച്ചു വാങ്ങിച്ചിട്ടില്ല. അയാൾ സ്വയം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തൊന്നും രാജിവെച്ച പിന്മാറുകയാണ് ചെയ്തത്. അതേസമയം മറ്റൊരു നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നില്ല. ഒരു വിധത്തിലുള്ള പരാതിയും AICCക്കോ KPCCക്കോ ഒരു സ്ത്രീകളുടെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ടും ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടും സംസാരിക്കുകയായിരുന്നു. തൊട്ട് പിന്നാലെ വന്ന പ്രതിപക്ഷ നേതാവാകട്ടെ വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. സ്ത്രീകളുടെ ഭാഗത്ത് നിന്നും ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ആദ്യഘട്ടത്തെ നടപടി എന്ന നിലയ്ക്ക് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ചിരിക്കുന്നു. തൊട്ടു പിന്നാലെ ഒരു അന്വേഷണം, അതിനു പിന്നാലെ മറ്റ് സ്ഥാനങ്ങളിലേക്കും മാറ്റങ്ങൾ ഉണ്ടാകും എന്ന ഒരു ഉറപ്പ് തന്നെയായിരുന്നു അന്ന് വി.ഡി. സതീശൻ പറഞ്ഞത്. അതിനുശേഷം 11 മണിയോടുകൂടി തന്നെ ഷാഫി പറമ്പിൽ മാധ്യമങ്ങളെ കാണുന്നു. അപ്പോഴും ഒരു ന്യായീകരണ സ്വഭാവം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് തെറ്റ് സംഭവിച്ചെങ്കിലും അദ്ദേഹം അധ്യക്ഷ പദവി രാജിവെച്ചിരിക്കുന്നു, മറ്റു കാര്യങ്ങളിലൊന്നും കടക്കാതെ തനിക്ക് പരാതി കിട്ടിയിട്ടില്ല എന്ന് ഷാഫി പറമ്പിലും പറയുന്നു. അങ്ങനെ ഒരു ന്യായീകരണ സ്വഭാവം തന്നെ ഷാഫി പറമ്പിൽ സ്വീകരിക്കുന്നു. അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന ചില നീക്കങ്ങൾ ചില നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോഴും പ്രതിപക്ഷ നേതാവ് ഒറ്റക്കെട്ടായി അല്ലെങ്കിൽ ഒരുമിച്ച് ചില MP-മാരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിക്കപ്പുറം മറ്റൊരു കാര്യവും
നടക്കില്ല എന്ന നിലപാടിലേക്ക് ഉറച്ചു നിൽക്കുന്നു. ഇന്നലെ പാലക്കാട് നിന്നുള്ള ചില നേതാക്കന്മാരുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ചർച്ച നടത്തിയിരുന്നു. അതിൽ പാലക്കാട് നിന്നുള്ള DCC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കടുത്ത വിയോജിപ്പാണുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന നിലപാട് DCCയിലെ ഒരു വിഭാഗം നേതാക്കളും പറയുന്നു. കാരണം പാർട്ടിക്ക് അവിടെ വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു യുവ നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ഒരാൾ മാത്രമല്ല പരാതി പറഞ്ഞിരിക്കുന്നത്, നിരവധിയായ പെൺകുട്ടികളുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ പരാതികൾ ഉയർന്നു വരുന്ന സാഹചര്യം, അത് മാധ്യമങ്ങളുടെ പുറത്തു വരികയും അത് പിന്നീട് വലിയ തരത്തിലുള്ള ചർച്ചയായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു. ദേശീയ തലത്തിൽ തന്നെ ഒരു യുവ നേതാവിൻ്റെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വലിയ തരത്തിലുള്ള ചർച്ച ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നോക്കിക്കണ്ടുകൊണ്ട് തന്നെയാണ് പാലക്കാടുള്ള DCCയിലെ ഒരു വിഭാഗം നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിക്കപ്പുറം മറ്റൊരു നിലപാടും വേണ്ട എന്ന ഒരു സമീപനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള വിയോജിപ്പുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പാർട്ടി പ്രവർത്തകരിൽ നിന്നും ഉയർന്നു വന്നിരിക്കുന്നു. കാരണം പാലക്കാട് MLA ആണെങ്കിൽ പാലക്കാട് MLA ആണെങ്കിൽ പോലും പത്തനംതിട്ട സ്വദേശിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പത്തനംതിട്ട DCCയുടെ പോലും പിന്തുണ ഇതുവരെയായും രാഹുൽ മാങ്കൂട്ടത്തിന് ലഭ്യമായിട്ടില്ല. കാരണം പത്തനംതിട്ട DCCയുമായി അത്ര നല്ല രീതിയിലൊരു ബന്ധം കാത്തു സൂക്ഷിക്കുവാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. ആ സമയത്താണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധ സ്വരം അല്ലെങ്കിൽ ഒരു എതിർസ്വരം ആരോപണങ്ങൾ കൊണ്ട് നിറയപ്പെടുന്ന ഒരു യുവ നേതാവ്. ആ യുവ നേതാവിനെ ഒരു കാരണവശാലും സംരക്ഷിക്കേണ്ട എന്ന നിലപാടാണ് പത്തനംതിട്ട DCCയും സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇത്രയും വലിയ പ്രതിസന്ധി ഘട്ടമുണ്ടായിട്ട് പോലും പത്തനംതിട്ടയിലെ DCC പ്രസിഡന്റോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരോ ആരും തന്നെ ഈ വിഷയത്തിൽ ഇടപെടാനോ ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടവുമായി കൂടിക്കാഴ്ചയ്ക്കോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അതേസമയം മഹിള കോൺഗ്രസിൻ്റെ നേതാവ് ജെബി മേത്തർ പത്തനംതിട്ടയിലുണ്ട്. അവർ അവിടെ ഒരു ജാഥ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ജെബി മേത്തർ ഉൾപ്പെടെയുള്ള ആളുകളും ഒരു അനുകൂല നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിനോട് പറഞ്ഞിട്ടില്ല. കാരണം ആ സ്ത്രീകൾക്കെതിരെ ഉണ്ടായിരിക്കുന്ന ഈ അതിക്രമങ്ങൾ അത് അംഗീകരിക്കാനാകില്ല എന്ന നിലപാട് തന്നെ മഹിളാ കോമർദ്ദം ഇപ്പോൾ ഈ യുവ നേതാവിനെതിരെ വന്നപ്പോഴേക്കും മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ വലിയ പ്രതിസന്ധികൾ നിലനിൽക്കുന്നു. പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു യുവ നേതാവിനെ സംരക്ഷിക്കുന്നത് എന്നൊരു ചോദ്യം തന്നെയാണ് കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം നേതാക്കൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതു നിമിഷവും ഏതു സമയവും ഒരു പക്ഷേ AICC ഒരു ചർച്ചയ്ക്ക് ശേഷം ഇന്ന് തന്നെ ആ ചർച്ചയുണ്ടാകും. AICCയിലെ മുതിർന്ന നേതാക്കന്മാരെല്ലാം തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുമായുള്ള യാത്രയിലാണ്. വടക്കൻ സംസ്ഥാനങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ യാത്ര പുരോഗമിക്കുന്ന വേളയിൽ രാഹുൽ ഗാന്ധിയോടൊപ്പമാണ് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ. ഇവരുമായി ഒരു ചർച്ച നടത്തിയതിനു ശേഷം ഒരു തീരുമാനം AICC ഇന്ന് ഉച്ചയോടുകൂടി തന്നെ KPCC അറിയിക്കും. KPCC ഒരു നിലപാട് സ്വീകരിക്കട്ടെ എന്ന് തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അതേസമയം KPCC ആകട്ടെ ഒരു വിഷമഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്ന് പറയാൻ കഴിയും. കാരണം കേരളത്തിലെ ഒരു വിഭാഗം യുവ നേതാക്കൾ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ജനപിന്തുണയുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ സ്ത്രീകളിൽ നിന്നും ആരോപണം ഉയർന്നു വന്ന ഒരു സാഹചര്യത്തിൽ അയാളെ പുറത്താക്കണം, അതായത് രാജിവെപ്പിക്കുകയല്ല വേണ്ട, പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കണം എന്ന് തന്നെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചോളം നിർണായകമായിരിക്കും. വലിയ തരത്തിലുള്ള ചർച്ചകൾ KPCC ആസ്ഥാനത്തും KPCC നേതാക്കളും തമ്മിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. കാരണം കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MPമാരിൽ വലിയൊരു ശതമാനവും ഇപ്പോൾ പ്രത്യേകിച്ചും തെക്കൻ ജില്ലയിൽ നിന്നുള്ള MPമാരെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം തന്നെ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ TN പ്രതാപൻ മുൻ MPയാണ്, അദ്ദേഹവും ഈ രാജി എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളിൽ നല്ലൊരു ശതമാനം ആളുകൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിക്കപ്പുറം മറ്റൊന്നും തന്നെ ആവശ്യപ്പെടുന്നില്ല. കാരണം നമുക്കറിയാം തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഒപ്പം തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധ്യമായ എല്ലാ നീക്കങ്ങളും, അതായത് വോട്ടർ പട്ടികയിൽ ഉണ്ടാകുന്ന ക്രമക്കേടുകൾ തെറ്റുകൾ തിരുത്തുന്നതിന് വേണ്ടി എല്ലാ വാർഡ് കമ്മിറ്റി പ്രസിഡന്റുമാരെയും ചുമതലപ്പെടുത്തി വാർഡ് കമ്മിറ്റി പ്രസിഡന്റുമാർക്ക് ഒരു നിശ്ചിത തുക അവരുടെ ഓരോ ദിവസത്തെ ചിലവിനായി AICC നേതൃത്വം തന്നെ അനുവദിച്ചു കൊടുത്തു. അത്തരത്തിൽ പാർട്ടി എല്ലാ അർത്ഥത്തിലും ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു യുവ നേതാവിൻ്റെ കാര്യത്തിൽ. കാരണം കേരളം ഉറ്റുനോക്കുന്ന പാർട്ടി എപ്പോഴൊക്കെ പ്രതിസന്ധി ഘട്ടത്തിലാവുന്നു അപ്പോഴൊക്കെ മാധ്യമങ്ങളുടെ ചർച്ച നടത്തിയും പ്രതിഷേധങ്ങൾ നടത്തിയുമൊക്കെ പാർട്ടിക്കൊരു താങ്ങും തണലുമായി നിന്ന ഒരു യുവ നേതാവാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ആരോപണത്തിന് മുന്നിൽ കുടുങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നേതാവിൻ്റെ രാജി എത്ര കണ്ട് പ്രസക്തമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആ ഒരു കാര്യത്തിൽ AICC നേതൃത്വം ഒരു വിഷമഘട്ടത്തിൽ നീങ്ങുന്നു എന്ന് പറയാൻ കഴിയും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയാൽ പാർട്ടിക്കകത്ത് ഏത് തരത്തിലുള്ള പ്രശ്നമുണ്ടാകും. മാത്രമല്ല അങ്ങനെ പുറത്താക്കപ്പെടുകയാണെങ്കിൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകും. കാരണം BJP നോക്കിയിരിക്കില്ല. BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയ അവസരമാണ്.
പാലക്കാട് നിർണായകമായ പിൻബലം BJPക്കുണ്ട്. അതുണ്ടാക്കാനുള്ള തീവ്രമായ ശ്രമം BJP ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. കാരണം തൃശ്ശൂരും പാലക്കാടും കേന്ദ്രീകരിച്ചാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും യുവമോർച്ച പ്രവർത്തകരും ഒപ്പം മഹിളാ മോർച്ച പ്രവർത്തകരും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതിഷേധം തീർച്ചയായും പാലക്കാടിൽ കണ്ണുവെച്ച് തന്നെയായിരിക്കും. ആ പാലക്കാടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പ്രഖ്യാപനം ഉറപ്പായും ഉണ്ടാകും. ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ള ഏകദേശം 9 മാസത്തോളം സമയം നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ടെങ്കിൽ പോലും ആ സമയത്തേക്ക് 2 നിയമസഭാ സീറ്റുകളിലേക്കാണ് കേരളത്തിൽ ഒഴിവ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സമ്മർദ്ദം വ്യാപകമായ തരത്തിൽ ഉണ്ടാകും. ആ സമ്മർദ്ദത്തെ അതിജീവിച്ച് കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ സമ്മർദ്ദം വരികയാണെങ്കിൽ തീർച്ചയായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. ആ ഉപതെരഞ്ഞെടുപ്പിനെ അതിജീവിക്കുവാൻ കോൺഗ്രസിന് കഴിയുമോ ഇല്ലയോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ആ ചോദ്യം തന്നെയാണ് കോൺഗ്രസ് നേതാക്കന്മാരും ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസിൽ ഒരു വിഭാഗം നേതാക്കൾ തൽക്കാലം രാജിവേണ്ട, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരട്ടെ എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും ആ നിർദ്ദേശം എത്ര കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവാകട്ടെ ഒറ്റ വാക്കിൽ ഉറച്ചു നിൽക്കുന്നു. രാജിക്കപ്പുറം ഒരു ചർച്ചയ്ക്കായി പ്രതിപക്ഷ നേതാവ് തയ്യാറല്ല. കാരണം പ്രതിപക്ഷ നേതാവിനോടൊപ്പം ഉണ്ടായിരുന്ന യൂത്ത് ബ്രിഗേഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, യുവാക്കളുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അതിൽ പ്രമുഖൻ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. യാത്രയ്ക്കൊപ്പവും മറ്റു മണ്ഡലങ്ങളിലൊക്കെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ഒക്കെ തന്നെ പ്രതിപക്ഷ നേതാവിനൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച ഒരു യുവ നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു വീഴ്ച ഉണ്ടായ ഒരു സാഹചര്യം അത് അംഗീകരിക്കാൻ കഴിയില്ല. അവിടെ നിലപാട് വ്യക്തമാണ്. മാത്രമല്ല, ആദ്യത്തെ പരാതി ഉയർന്നു വന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരെ പരാതി ഉയർന്നു വന്നിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ മണ്ഡലത്തിൽ നിന്നുള്ള ഒരു യുവതിയുടെ ഭാഗത്തു നിന്നാണ്. ആ യുവതി കൃത്യമായി കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരാതികളുടെ തുടക്കം കുറിക്കുന്നത്. അങ്ങനെ തൻ്റെ മണ്ഡലത്തിൽ നിന്നുള്ള പെൺകുട്ടിക്ക് തന്നെ ദുരനുഭവം ഉണ്ടായ സാഹചര്യത്തിൽ രാജിക്കപ്പുറം മറ്റൊന്നിൽ നിന്നും മാറ്റമില്ല എന്ന ഉറച്ച നിലപാട് VD സതീശനും സ്വീകരിച്ചിരിക്കുന്നു. ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം കോൺഗ്രസിൻ്റെ മുന്നിലേക്ക് എത്തുന്നു. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിൻ്റെ നിലപാടാണ് ഇവിടെ അന്തിമ തീരുമാനത്തിലേക്ക് നീങ്ങുക. എന്തായാലും സണ്ണി ജോസഫ് ഇതുവരെയായും ഒരു കാര്യവും തുറന്നു പറഞ്ഞിട്ടില്ല. പക്ഷേ വെയിറ്റ് ആൻഡ് സീ എന്ന് പറയുന്നത് കാത്തിരുന്ന് കാണാം എന്ന ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു. ഇന്ന് നിർണായകമായ ചർച്ചകളുടെ ഒരു ദിവസമായിരിക്കും. പ്രത്യേകിച്ചും AICC നേതൃത്വം എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ AICC നേതൃത്വത്തിൻ്റെ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കേണ്ട സമയമാണ്. എന്തായാലും AICC നേതൃത്വം ഒരിക്കൽ പോലും KPCC തള്ളിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്നൊരു സമീപനം ഉണ്ടാകില്ല. കാരണം ഈ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് ഒരു സമയത്ത് വളരെയധികം താല്പര്യമുള്ള യുവ നേതാവായിരുന്നെങ്കിലും പിന്നീട് ഇവരുടെ ഒരു ഗ്രൂപ്പായ പ്രവർത്തനം, അതിൽ ചില അവമതിപ്പുകൾ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്കുണ്ടായിരുന്നു. കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ള ഒരു നിലപാട് അവരുടെ രീതിയിൽ നിന്ന് മാറി ചിന്തിച്ചുകൊണ്ട് വേഷവിധാനങ്ങളിൽ അവരുടെ പ്രചരണ രീതികളിലൊക്കെ തന്നെ ചില എടുത്ത തീരുമാനങ്ങളിൽ ഒക്കെ തന്നെ കോൺഗ്രസിന് വലിയ തരത്തിലെ വിയോജിപ്പുണ്ടായിരുന്നു. ആ വിയോജിപ്പുകളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെയും സംഘത്തെയും തോളിലേറ്റി കൊണ്ടുപോയ കുറേ കോൺഗ്രസ് നേതാക്കന്മാരും ഉണ്ടായിരുന്നു. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം വലിയ തരത്തിൽ ഉള്ള വിയോജിപ്പ് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണം എന്ന് തന്നെ നേതാക്കന്മാർ പറയുന്നു. അവിടെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിലും വലിയൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. കാരണം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് ആരെ കൊണ്ടുവരണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ ഇതുവരെയായും സംസ്ഥാന നേതൃത്വത്തിനോ അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തിനോ കഴിഞ്ഞിട്ടില്ല. താൽക്കാലികമായി ഒരാൾക്ക് ചുമതല കൊടുക്കാൻ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ പോലും, പക്ഷേ അതൊരു വനിതാ നേതാവിന് നൽകി കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയും കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ അത്തരത്തിലൊരു മാറ്റവും നമുക്ക് പ്രതീക്ഷിക്കാം. കാർത്തു. ശരി, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്തിയിരിക്കുകയാണ്. അതേസമയം രാജി വേണ്ട എന്നും ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. രാജിവെച്ചാൽ തുടർന്ന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുമോ എന്നും ആശങ്ക കോൺഗ്രസിൽ നിലനിൽക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്നലെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിലെ കൂടുതൽ ആശങ്കയിലാക്കിയിരിക്കുന്നത്. ഇനി രാജിയാണോ അതോ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സപ്പോർട്ട് ചെയ്യുന്നതിനാണോ കോൺഗ്രസ് നേതൃത്വം കൂടുതൽ ഇത് നൽകുക എന്നത് അറിയേണ്ട കാര്യമാണ്. ഇന്ന് നടക്കുന്ന ചർച്ചകൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെടുമോ എന്ന കാര്യത്തിലടക്കം വ്യക്തത വരും. D ബിനോയിയാണ് വിവരങ്ങൾ നൽകിയത്.